ആയിരം കോടി അനന്തൻ നീ ആനനം ആയിരവും തുറന്നാടു പാമ്പേ. ആയിരം കോടി അനന്തൻ നീ ആനനം ആയിരവും തുറന്നാടു പാമ്പേ. നമ്മുടെ മക്കളൊക്കെ ഇത്തിരിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് അയ്യോ എനിക്കൊന്നും കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ് ഗ്ലൂമി ആയിട്ടൊക്കെ ഇരിക്കില്ലേ. ഓ പഠിച്ചിട്ടും കിട്ടണില്ല അമ്മ, എത്ര വായിച്ചിട്ടും കിട്ടണില്ല അച്ഛാ എന്നൊക്കെ പറയും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഈ പദ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. മോനെ ഗുരുദേവൻ പറഞ്ഞ കണ്ടോ, 1000 കോടി അനന്തൻ്റെ ശക്തിയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മൾ വിചാരിച്ച എന്ത് നടക്കും. നമ്മൾ വിചാരിക്കണം, നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ പരിശ്രമിക്കണം. അത്രമാത്രം സാധ്യതകൾ ഓരോ വ്യക്തിയിലും വെച്ച് തന്നിട്ടാണ് ഈശ്വരൻ നമ്മളെ പടച്ചു വിട്ടിരിക്കുന്നത്. വെറുതെ എടുത്തെറിഞ്ഞതല്ല ഈ ഭൂമിയിലേക്ക്. അനന്തമായിരിക്കുന്ന കഴിവുകളുടെ, അനന്തമായിരിക്കുന്ന ഗുണഗണങ്ങളുടെ ഒരു കേദാരം നിൻ്റെ ഉള്ളിലുണ്ട്. നീ അതിനെ ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയാൽ മാത്രം മതി എന്ന് പറയാനാണ് ഈ ഒരു പദ്യം പറയുന്നത്. ഭഗവത്ഗീതയിൽ നമ്മൾ പലപ്പോഴും വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ശ്ലോകങ്ങളൊക്കെ എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. പക്ഷെ അതിമനോഹരമായിരിക്കുന്ന ജീവിതഭാവങ്ങളെ ഉണർത്തുന്ന എത്രയെത്ര പദ്യങ്ങളെ കൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അവിടെയൊക്കെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അതിലൊരു ശ്ലോകം ഇങ്ങനെയാണ്: ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ റിപുരാത്മനഃ. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ റിപുരാത്മനഃ. തൂങ്ങിപ്പിടിച്ചിരിക്കുന്ന നമ്മളോട് പറയാണ്, എടോ തന്നെ ഒന്ന് ഉദ്ധരിക്കാൻ അപ്പുറത്തെ വീട്ടിൽ ആരും വരില്ല, അയൽവാസി വന്ന് ഉദ്ധരിക്കട്ടെ, അതുവരെ കട്ടിലേൽ കിടക്കാം എന്ന് പറഞ്ഞ് നീ കിടക്കരുത്. നിന്നെ അങ്ങനെയൊന്നും ഉദ്ധരിക്കാൻ ഇവിടെ ആർക്കും നേരമില്ല. ആലോചിച്ച് നോക്കൂ. നമ്മൾ വിചാരിക്കുന്നത് എന്താ, എനിക്ക് വിഷമമുണ്ട്, എൻ്റെ വിഷമം എൻ്റെ കൂടെയുള്ള എല്ലാവരും മനസ്സിലാക്കും, എന്നിട്ട് വൈകുന്നേരം എന്നോട് വന്ന് ചോദിക്കും, എൻ്റെ അടുത്തിരിക്കും, എൻ്റെ തലയിൽ തലോടും, എന്നിട്ട് ചോദിക്കും നിനക്കെന്തു പറ്റി. ഇത് കേൾക്കാൻ വേണ്ടി മാത്രം 24 മണിക്കൂറും കട്ടിലേക്ക് കിടക്കും. നിനക്കെന്ത് പറ്റി, നീ മിണ്ടുന്നില്ലല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം ചുരുണ്ടുകൂടി കിടക്കുന്ന കുറേ ആളുകളുണ്ട്. ആ ചുരുണ്ടുകൂടി കിടക്കുന്ന ആളുകളോടാണ് പറയുന്നത്, നമ്മളെ